മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭ സക്കറിയയുടെ ജീവിതവും ചിന്തകളും ആവിഷ്കരിക്കുന്ന സക്കറിയ എന്ന ജീവചരിത്ര ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം തിരുവനന്തപുരത്ത് നടന്നു. നീണ്ടുനിൽക്കുന്നതാണ്. 1980-കളിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം സക്കറിയയെ ഡൽഹിയിൽ പരിചയപ്പെടുന്നത്. സക്കറിയയുടെ എഴുത്തിന്റെ പ്രത്യേക ശൈലി, ഡിസ്റ്റിങ്ക്റ്റീവ്, വളരെ വ്യത്യസ്തപ്പെട്ട സർഗാത്മകത എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. സക്കറിയയുടെ ഈ സർഗാത്മകത ഒരു പുതിയ ഈഡിയം തന്നെയാണ്. അതിന് നമുക്ക് അറിയുന്ന ലേബലുകളൊന്നും പോരാ. മാജിക് റിയലിസം എന്നോ surrealism എന്നോ stream of consciousness എന്നോ ഒന്നും പോരാ. It is a newly minted language and sensibility. അന്ന് PTA വർക്ക് ചെയ്യുക, ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടന്റ് ആയിട്ടും മലയാളം എഡിഷന്റെ. അപ്പൊ ശശികുമാറാണ് PTA ടെലിവിഷന്റെ ചീഫ്. ഏഷ്യാനെറ്റ് എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ രൂപീകരിച്ചു വരുമ്പോൾ വളരെ 3-4 പേരായിട്ടായിരുന്നു ഞാനത് പങ്കുവച്ചത്. BK മാധവൻകുട്ടിയും സക്കറിയ, TN യാത്ര ചെയ്യാൻ ഈ ലോകം കാണുക എന്നുള്ളത് ഞാൻ എപ്പോഴും ഒരു കുഗ്രാമത്തിൽ അവിടുത്തെ ഒരു ടാവട്ടത്തിൽ ജീവിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതിന് പുറത്തൊരു ലോകം ഉണ്ടോ, അതെങ്ങനെയിരിക്കും, എന്തായിരിക്കാം എന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു കാലമുണ്ട്. യാത്ര ചെയ്യുന്നത് എൻ്റെ സ്വന്തം ആനന്ദത്തിന് വേണ്ടിയും അതേസമയം ഞാൻ കൃത്യമായി കുറിപ്പുകൾ എടുത്ത് ഫോട്ടോ എടുത്തുമാണ് യാത്ര ചെയ്തിട്ടുള്ളത്. കാരണം അത് കഴിയുമെങ്കിൽ ഇതിനെ ഒരു യാത്രാവിവരണമാക്കി മാറ്റണം എന്ന ആഗ്രഹത്തോടെ. അങ്ങനെയാണ് ഞാനിപ്പം ഈ കഥപുസ്തകങ്ങളെക്കാൾ കൂടുതൽ യാത്രാവിവരണങ്ങൾ ഇപ്പം ഞാൻ എഴുതിയ പുസ്തകങ്ങളായിട്ട് എനിക്കുള്ളത്. പിന്നെ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. എഴുത്തുകാരന്റെ മനസ്സ് ഇത്തരം ദുർവാസനകളിൽ നിന്ന്, ഈ വർഗീയത പോലെയുള്ള നാരകീയങ്ങളായ ചിന്തകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം. അവന് ഇത്തരത്തിലുള്ള വിഭാഗീയതകൾ അവന്റെ മനസ്സിൽ മതവും ജാതിയും വെച്ച് അവൻ മനുഷ്യരെയോ ജീവിതത്തെയോ അളക്കാൻ പാടില്ല. അത്രയും സൗഭാഗ്യങ്ങൾ വായനക്കാരിൽ നിന്ന് അനുഭവിക്കുന്ന മറ്റൊരു എഴുത്തുകാരുടെ കമ്മ്യൂണിറ്റിയും ഇന്ത്യയിലില്ല. ഇത്രയധികം ജനങ്ങൾ സ്നേഹവും ബഹുമാനവും എല്ലാം കൊടുത്തു വളർത്തുന്ന എഴുത്തുകാർ ഇന്ത്യയിലില്ല. ഇറ്റ്സ് എ പീസ് ഓഫ് ലക്ക്. ആത്യന്തികമായി എഴുത്തുകാരൻ നൽകി നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ശിഷ്ടജീവിതം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നതോടും നമുക്കിനിയും മലയാളിയായിട്ട് തുടരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളിയായിട്ട് ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ളത്, എഴുത്തുകാരനായിട്ടും ജീവിക്കുക എന്നുള്ളതാണ്. അജ്ഞാത ജീവിതേ പരയന്തങ്ങളെ പ്രശസ്ത എഴുത്തുകാരൻ പോൾ സക്കറിയയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഷൈനി ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം സാധാരണ ഡോക്യുമെന്ററികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സിനിമാറ്റിക് ആയ ദൃശ്യാവിഷ്കാരമാണ് നൽകുന്നത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഡോക്യുമെന്ററി വ്യക്തി എന്ന നിലയിലും എഴുത്തുകാരനെന്ന നിലയിലുമുള്ള സക്കറിയയുടെ സഞ്ചാരങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ വേറിട്ട കാഴ്ചപ്പാടുകളിലൂടെയുമാണ് കടന്നുപോകുന്നത്. പ്രമുഖ സാഹിത്യ നിരൂപകൻ പ്രദീപ് പനങ്ങാടിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് സിനിമ വികസിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഉരുളിക്കുന്നത്ത് നിന്നുള്ള സക്കറിയയുടെ ബാല്യകാലവും വളർച്ചയും ചിത്രത്തിൽ കാണിക്കുന്നു. പൂവരണി, എളംകുളം ഗ്രാമീണ വായനശാലകൾ, പാലാ മുനിസിപ്പൽ ലൈബ്രറി എന്നിവ അദ്ദേഹത്തിന്റെ എഴുത്തുകാരനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വിവരിക്കുന്നു.
അദ്ദേഹത്തിന്റെ വിദ്യാലയ അനുഭവങ്ങൾ, മൈസൂരുവിലെ കോളേജ് ജീവിതം, വർഷങ്ങളോളം തുടർന്ന ഡൽഹിയിലെ തൊഴിൽ മേഖല എന്നിവയും ചിത്രീകരിച്ചിട്ടുണ്ട്. സാഹിത്യവും യാത്രാനുഭവങ്ങളും. ഉണ്ണി എന്ന കുട്ടിയുടെ കഥയിലൂടെ ആരംഭിച്ച സാഹിത്യ ജീവിതവും ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും ആഫ്രിക്കൻ യാത്ര തുടങ്ങിയ പ്രശസ്തമായ രചനകളും ഡോക്യുമെന്ററിയിൽ പരാമർശിക്കപ്പെടുന്നു. സക്രിയയുടെ സാഹിത്യ ലോകത്തെയും ജീവിതാനുഭവങ്ങളെയും പകർത്തിവെച്ച ചിത്രം കാണികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. മലയാളിയായിട്ട് ചിത്രകാരൻ ജീവിക്കുക, എഴുത്തുകാരനായിട്ടും ജീവിക്കുക എന്നുള്ളത്